നമസ്കാരം. ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ലിവർപൂൾ വേഴ്സസ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇന്ത്യൻ സമയം ഞായറാഴ്ച വൈകിട്ട് 9 മണിക്ക് നടക്കാനായിട്ട് പോവാണ്. ആൻഫീൽഡ് വെച്ച് നടക്കുന്ന മത്സരമാണ്. സോ നമുക്കറിയാം ഈ സീസണിലെ രണ്ട് ടീമും അധികം സൂപ്പർബായിട്ടല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓൾ കോമ്പറ്റീഷൻ അടുപ്പിച്ച് 3 മാച്ച് തോറ്റാണ് ലിവർപൂൾ ഇതിലോട്ട് വരുന്നത്. ലാസ്റ്റ് 2 ലീഗ് മാച്ചസും ക്രിസ്റ്റൽ പാലസിനോടും ചെൽസിയോടും തോക്കുന്ന സിനാരിയോ നമ്മൾ കണ്ടു. അതുപോലെ തന്നെയാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിലോട്ട് വരുമ്പോഴും സീസണിലെ സ്റ്റാർട്ട് അധികം ഗംഭീരമൊന്നുമല്ല. റൂബൻ അമോറിമിന്റെ ജോബ് ഇപ്പോഴും സെക്യൂർഡ് അല്ല. ഈവൻ ദോ സെൻട്രലിന് അഗെയിൻസ്റ്റ് ഒരു ആശ്വാസ വിജയവും നേടിക്കൊണ്ടാണ് യുണൈറ്റഡ് വരുന്നത്. കുറച്ചുകൂടെ ബെറ്റർ ആവുന്ന പോലെ തോന്നി. സോ യുണൈറ്റഡിന്റെ കൂടുതൽ ഇഷ്യൂസ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഇഷ്ടംപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. യുണൈറ്റഡ് ഇഷ്യൂസ് എന്താണെന്ന് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. ഇപ്പം എല്ലാ സീസണിലും കാണാറുള്ള ഒരു ഐറ്റമാണ്. നമ്മൾ ഈ വീഡിയോയിൽ ലിവർപൂൾ ഈ സീസൺ എന്താണ് ലിവർപൂളിന് സംഭവിക്കുന്നത്, ഒരു സെൻട്രൽ ഏരിയാസ് എങ്ങനെ ലിവർപൂളിൻ്റെ ഈസിലി ഒപ്പോണൻറ്റ് ബൈപ്പാസ് ചെയ്യുന്നു, എങ്ങനെ അവിടെ സ്പേസുകൾ ക്രിയേറ്റ് ആവുന്നു, എങ്ങനെ യുണൈറ്റഡിന് അത് എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക. കണ്ടന്റ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കുമ്പോഴേക്കും നമ്മൾ ലിവർപൂളിൻ്റെ വീക്ക്നെസ്സുകളാണ് കൂടുതൽ പോയിന്റ് ഔട്ട് ചെയ്യുന്നത്. കാരണം യുണൈറ്റഡിൻ്റെ ചെയ്ത ഈ കാര്യമില്ല, അത് ഇഷ്ടംപോലെ അവന് ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ലിവർപൂൾ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പോകുന്ന ഏരിയാസ് എന്താണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. ആൻഡ് ഓൺ പേപ്പർ ഫേവറേറ്റ്സ് ലിവർപൂൾ തന്നെയാണ്, ബിക്കോസ് ആൻഫീൽഡിലാണ് മത്സരം നടക്കുക. ലിവർപൂൾ ഹാവ് ഡിഫറൻസ് മേക്കേഴ്സ്. അപ്പുറത്ത് യുണൈറ്റഡ് ആസ് എ ടീം കളിച്ചേ പറ്റൂ. ലിവർപൂളിൻ്റെ ഈ സീസണിലെ പ്രസ്സിംഗ് സ്ട്രക്ചറിൽ മാസീവ്ലി ഡൗൺ ആയിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് കാണാം. അതിനേക്കാളും മുമ്പ് ലിവർപൂളിൻ്റെ സ്ട്രക്ചർ എന്താണ് ലിവർപൂൾ ഇപ്പം ഉദ്ദേശിക്കുന്നത്, എങ്ങനെ ലിവർപൂളിൻ്റെ ഓവറോൾ സ്ട്രക്ചറിൽ ഇഷ്യൂസ് വരുന്നു എന്ന് നമുക്ക് ടാക്ടിക്സ് ബോർഡിൽ ഒന്ന് കണ്ടിട്ട് വരാം. സോ നമ്മളാണെങ്കിൽ ഈ സീസൺ ലിവർപൂളിൽ കണ്ട ഒരു സംഭവം എന്താണ്, ഈ ഒരു സ്റ്റാർട്ടിങ്ങിലായിരുന്നു മക്കലിസ്റ്റർ അവൈലബിൾ അല്ലായിരുന്നു കുറേ മാച്ചിൽ. സോ ഒരു ഇഷ്യൂ ആയിട്ട് കണ്ടത് ഇപ്പോൾ ഇസാക്കോ എക്കിറ്റിക്കോ ആയിക്കോട്ടെ. സോ നമ്മൾ കണ്ടത് കൂടുതലും ഈ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ഇവർ ഓവർലി നീങ്ങുന്ന പ്ലെയേഴ്സാണ് ഇവർ 3 പേരും. ഓക്കെ, സല ഇവിടെയും ആൻഡ് പലപ്പോഴും ഫ്രിംപോങ്ങും സ്ട്രെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അത്യാവശ്യം ഗ്രാംബർഗും സബോസ്ലൈയും പുഷ് ചെയ്യാൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ പലപ്പോഴും ഈ സെൻട്രൽ ചാനൽസ് വേക്കൻ്റ് ആണ്. ഒന്നെങ്കിൽ സബോസ്ലൈക്ക് ഈ ഒരു ഏരിയയിലൂടെ റൺ നടത്തേണ്ട പല സിറ്റുവേഷൻസും വരാം, അല്ലെ ഗ്രാംബർഗിന് എക്സ്പ്ലോയിറ്റ് ചെയ്യേണ്ടി വരാം, അല്ലെ എക്സ്പെക്ട് സല ടു ഇൻവേർട്ട് ടു എക്സ്പ്ലോയിറ്റ് ദിസ്. സോ പലപ്പോഴും ഫൈനൽ തേർഡിലെത്തുമ്പോൾ ഈ ഒരു ഏരിയ വേക്കൻ്റ് ആണ്. പിന്നെ ഉള്ളൊരു ഇഷ്യൂ ആയിട്ട് തോന്നിയത് കെർക്കസിൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓവർലാപ്പിംഗ് റൺസാണ് കെർക്കസിൻ്റെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത്. ഫ്രിംബോങ്ങിനെ ടു ആൻ എക്സ്റ്റെൻഡ് സ്ട്രെങ്ത് ഈ ഓവർലാപ്പിംഗ് റൺസാണ്. അവർ രണ്ടുപേരും ഹക്കീമി നൂനോ മെൻഡസും അല്ല. സോ ഈ നമ്മൾ ഹക്കീമീനെയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ ഫ്രിംബോങ്ങിനെ കൊണ്ടും സ്ഥല സ്ട്രെച്ച് ചെയ്തിട്ട് ഇൻവേർട്ട് ചെയ്യിക്കാനും, അതുപോലെ തന്നെ സിമിലർലി കെർക്കസിനെ കൊണ്ടും ഇൻവേർട്ട് ചെയ്യിക്കാനും പല സിറ്റുവേഷൻസിലും ആൾ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഗ്രാംബർഗിനെ ഈ ബേസിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥാനത്ത് പുള്ളീനെയും പുഷ് ചെയ്തൊരു ഫാബിയാൻ റൂയിസ് റോളോ അല്ലെങ്കിൽ ചില സമയത്ത് വിറ്റീന PSG യൂസ് ചെയ്യുന്ന പോലെ അപ്പ് ഫ്രണ്ട് റണ്ണ് നടത്താനായിട്ടോ ശ്രമിക്കാറുണ്ട്. പക്ഷേ അപ്പോൾ ഉള്ളൊരു ഇഷ്യൂ എന്താണെന്ന് പറഞ്ഞാൽ ഇത് PSG അല്ല. ഒന്നാമത്തെ കാര്യം സബോസ്ലൈക്ക് ഈ ഒരു ഏരിയ ഓവർലി കവർ ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഈ ഗ്രാംബർഗ് പുഷ് ചെയ്യുമ്പോൾ മറ്റ് പ്ലേസ് വിറ്റ്സിൻ്റെ കയ്യിൽ നിന്നാണേലും ഗ്യാക്പോയുടെ കയ്യിൽ നിന്നാണേലും ആ ഒരു ഡെമ്പലെ കവറേജ് സ്കെയിലെ ലെവൽ ഓഫ് വർക്ക് ലോഡ് കിട്ടുന്നില്ല. സോ കെർക്കസ് ഔട്ട് ഓഫ് പൊസിഷൻ കോട്ട് ചെയ്യുമ്പോഴേക്കും ഈ ഒരു ഏരിയ ട്രാക്ക് ബാക്ക് ചെയ്ത് കവർ ചെയ്യാനായിട്ട് ഗ്യാപ്കോയ്ക്കോ വിറ്റ്സിനോ സാധിക്കാറില്ല. അവരുടെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി ലൂയിസ് ഡിയാസിൻ്റെ അത്രയും ഇല്ല. ആൻഡ് കെർക്കസിൻ്റെ സ്ട്രെങ്ത് ഇതുമല്ല. ആൻഡ് കെർക്കസിന് ലെറ്റ്സേ ഇവിടുന്ന് ട്രാക്ക് ബാക്ക് ചെയ്യേണ്ടതിനേക്കാളും കൂടുതൽ ഡിസ്റ്റൻസ് കവർ ചെയ്യേണ്ട ഒരു സിനാരിയോ ഉണ്ട് ഈ പല സിറ്റുവേഷൻസിലും. സോ അതുകൊണ്ടാണ് പറഞ്ഞത്. പിന്നെ വെർജിൽ വാൻഡൈക്ക് ഉള്ളത് കൊണ്ട് പലപ്പോഴും രക്ഷപ്പെടുന്നുണ്ട്. വാൻഡൈക്ക് കൂടുതൽ ടൈം നേടി കൊടുക്കും, ഹോൾഡ് ചെയ്ത്. അതേസമയത്ത് ഇപ്പുറത്ത് സംഭവിക്കാറുള്ളത് കോണർ ബ്രാഡ്ലിയോ ഫ്രിംപോങ്ങോ ആണെങ്കിലും ബ്രാഡ്ലി ഒട്ടും കംഫർട്ടല്ല ഇതിൽ. ഈ ഒരു റിക്കവറി പേസ് ബ്രാഡ്ലിക്ക് കുറവാണ് കമ്പയർഡ് ടു ഫ്രിംപോങ്. ഫ്രിംപോങ് ആണെങ്കിലും ഫ്രിംപോങ്ങിനും കൂടുതൽ ഏരിയ കവർ ചെയ്യുന്ന സിനാരിയോ ആണ്. ഇവിടെ പലപ്പോഴും കൊണാട്ടെ ഡിഫെൻസീവ്ലി എറേഴ്സ് വരുത്ത വഴി റൈറ്റ് ഹാൻഡ് സൈഡിൽ കൂടെ എക്സ്പ്ലോയിറ്റഡ് ആവുകയാണ്. കാരണം കൊണാട്ടെ ടൈം കൊടുത്തില്ല. ഇപ്പോൾ വാണ്ടേക്ക് ജമ്പ് ചെയ്യേണ്ട സിനാരിയോയിൽ ജമ്പ് ചെയ്യും, അല്ലാത്തപ്പോൾ ഹോൾഡ് ചെയ്ത് ടൈം കൊടുക്കും പ്ലേയേഴ്സിന് റിക്കവർ ചെയ്യാനായിട്ട്. പക്ഷേ കൊണാട്ടെ അങ്ങനെയല്ല. കൊണാട്ടയുടെ ഗെയിം റീഡ് ചെയ്യാനുള്ള അബിലിറ്റി ഈ സീസൺ ഭയങ്കരമായിട്ട് ഡൗൺ ആയുള്ളൊരു ഫീലാണ്. ആൾ അനാവശ്യമായിട്ട് ജമ്പ് ചെയ്യുകയും സ്പേസസ് കൊടുക്കുന്ന സിനാരിയോസും നമ്മൾ കണ്ടിട്ടുണ്ട്. കൂടാതെ സലയുടെ കയ്യിൽ നിന്ന് ആ വർക്ക് ലോഡ് കിട്ടത്തുമില്ല. ഞാൻ ഇതെല്ലാം എക്സാമ്പിൾസ് ത്രൂ നിങ്ങൾ 2-3 സിനാരിയോസ് കാണിച്ചു തരാം. ആൻഡ് ലിവർപൂൾ ഇപ്പം മക്കലിസ്റ്റർ വരിക വഴി ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലൈനപ്പ് ഇതാണ് എഗെയിൻസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. സോ ഈ ഒരു സിനാരിയോയിൽ പലപ്പോഴും ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ഫ്ലോറിയം വിറ്റ്സിനെ ഇൻവേർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്ന പ്ലെയറാണ്. പുള്ളി പലപ്പോഴും ഇൻവേർട്ട് ചെയ്യും. ഓക്കെ, ഇസാക്കും സലേനയും വെച്ച് 2 പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും. സബോസ്ലൈ മക്കലിസ്റ്റർ ഗ്രാംബർ സബോസ്ലൈ എന്നോർത്ത് ഇപ്പം സബോസ്ലൈ വിറ്റ്സ് ഈ ഒരു സിനാരിയോ നമ്മൾ കാണാം ഇങ്ങനെ പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട്. മക്കലിസ്റ്റർ ഗ്രാംബർ. പക്ഷേ ഇപ്പോഴത്തെ ഒരു കുഴപ്പം എന്നാന്ന് വെച്ചാൽ, ഇപ്പോൾ ഫ്രിംപോങ്ങും കെർക്കസും പുഷ് ചെയ്യുമ്പോഴേക്കും മക്കലിസ്റ്ററിനും ഈ ലെഫ്റ്റിലോട്ട് പോകുന്ന സിനാരിയോ വരാണ്. സെൻട്രൽ ഏരിയാസിൽ ഗ്രാംബർഗ് പലപ്പോഴും ഐസൊലേറ്റ് ആവും. അല്ലാത്തപ്പം പുള്ളിക്ക് ഗ്രാംബർഗിനെയും പുഷ് ചെയ്യാനായിട്ട് താല്പര്യമുണ്ട്. പലപ്പോഴും ഗ്രാംബർഗ് നമ്മൾ പുഷ് ചെയ്യുന്ന കാണാനായിട്ട് സാധിക്കും. വൺ ഓഫ് ദ റീസൺ വിറ്റ്സിൻ്റെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റിയിൽ ഇഷ്യൂ ഉണ്ട്, സലയുടെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റിയിൽ ഇഷ്യൂ ഉണ്ട്. സോ
ബ്രാഡ്ലി പലപ്പോഴും ഐസൊലേറ്റഡ് ആവുന്ന സിനാരി വരും. ഇവിടെ മക്കലിസ്റ്റർ ഇതാവുന്ന പോലെ തന്നെ ഞാൻ എക്സാമ്പിൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കാണിക്കുകയാണെങ്കിൽ മക്കലിസ്റ്റർ ഇവിടെ ലെഫ്റ്റിലോട്ട് പലപ്പോഴും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഗ്രാവംബർഗിന് ഇപ്പോഴത്തെ റൈറ്റിലും ഫ്രിംപോങ്ങിനെയോ അല്ലെങ്കിൽ ബ്രാഡ്ലിനെയോ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് നീങ്ങേണ്ട സിനാരിയോ, അല്ലെങ്കിൽ സബോസ്ല ഇങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും ഗ്രാവംബർഗിന് സ്റ്റെപ്പ് അപ്പ് ചെയ്യേണ്ട ഒരു സിനാരിയോ ഉണ്ട്. അഗ്രസീവ്ലി പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. സല ഇവിടെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി ഡൗൺ ആവുന്നതാണ് വൺ ഓഫ് ദ റീസൺ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇങ്ങനെ കൂടുതൽ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്. സബോസ്ലയ്ക്ക് അങ്ങോട്ട് നീങ്ങേണ്ടി വരാം. ഗ്രാംബർഗിനൊപ്പം ആളുടെ മാർക്കിനെ സബോസ്ലെ മാർക്ക് ചെയ്യേണ്ട പ്രയോറിലോട്ട് കയറേണ്ടി വരാം. സോ സെൻട്രൽ ചാനൽസിൽ ധാരാളം സ്പേസുകൾ ഓപ്പൺ ആവും. സോ അതിൻ്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും മനസ്സിലാവും. സോ ലിവർപൂളിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചർ ഡൗൺ ആവുന്നതിൻ്റെ അനദർ റീസണിലൊന്ന് സലയുടെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റിയുടെ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ സീസൺ ഒരു വറിയിങ് ആയിട്ടുള്ള കാര്യമാണ്. കൂടാതെ ഫ്ലോറിയം വിച്ചിൻ്റെ മൂവ്മെൻറ്റ്സ് കൂടുതലും ഇൻവേർട്ട് ചെയ്യാനായിട്ടാണ് സെൻട്രൽ സോണിലോട്ടാണ് വരുന്നത്. അത് പലപ്പോഴും വൺ ഓഫ് ദ മിഡ്ഫീൽഡേഴ്സിനെ ടെക്നിക്കലി ഡ്രാഗ് ചെയ്യേണ്ട ഒരു സിനാരി വരുന്നുണ്ട്. മുമ്പ് എക്സാമ്പിൾ ഞാൻ കാണിച്ചു. കൂടാതെ എടുത്തു പറയേണ്ട കാര്യം ഹയർ ഓഫ് ദ പിച്ചസിലെ ലിവർപൂളിൻ്റെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി മാസീവ്ലി ഡൗൺ ആയിട്ടുണ്ട്. ഇപ്പം ടാക്കിൾസ് ഇൻ ദ ഫൈനൽ തേർഡിൽ ഓൾമോസ്റ്റ് 28% ഇടുകൊണ്ട് ഡിഫെൻസീവ് ആക്ഷൻസ് ലീഡിങ് ടു ഷോട്ട്സ് അതിൽ ഓൾമോസ്റ്റ് നല്ല ഇടിവ് വന്നിട്ടുണ്ട്. സോ ഓവറോൾ ഫൈനൽ തേർഡിലുള്ള പ്രസ്സിംഗ് മെട്രിക്സിൽ ഡൗൺ ആയിട്ടുണ്ട്. കൂടാതെ അർണെ സ്ലോട്ട് ടു മച്ച് കുക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഇൻ്റർനാഷണൽ ബ്രേക്ക് ചെയ്യാൻ ഇനിയും വരുമ്പോഴേക്കും മേ ബി ഈ ഇഷ്യൂസ് സോർട്ട് ഔട്ട് ചെയ്യുമെന്നുള്ളൊരു പ്രതീക്ഷയാണുള്ളത്. മെയിൻലി സെൻട്രൽ സോൺസിൽ ഇത്രയും സ്പേസ് ഒപ്പോണൻറ്റിന് കൊടുക്കുന്ന കാര്യം, അതിൻ്റെ എക്സാമ്പിൾസിലോട്ട് നമുക്കിപ്പം കിടക്കാം. സോ നിങ്ങൾക്കിപ്പം പിക്ചറിൽ കാണാവുന്നത് ക്രിസ്റ്റൽ പാലസിന് എഗെയിൻസ്റ്റ് ഉള്ള ഒരു മാച്ചാണ്. സോ ഈ മാച്ചിൽ അവിടെ കൊണാട്ടയുടെ പാസ് ചെയ്യുകയാണ്, കൊണാട്ടയുടെ കാലിലോട്ട് ബോൾ തിരിച്ചു വരുവാണ്. സോ ഇവിടെ കൊണാട്ടയ്ക്ക് സെൻട്രലി ബോൾ നീക്കണം. ലിവർപൂളിന് അതാണ് വേണ്ടത്. സാധാരണ എന്താ നമ്മൾ സംഭവിക്കുക, ഗ്രാംബർഗിനോടൊപ്പം വാർട്ടൺ നിൽക്കുകയാണ്, ഗ്രാംബർഗ് ഡ്രോപ്പ് ചെയ്ത് ആ ബോൾ റിസീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം വൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മക്കലിസ്റ്ററെ കാണാം. മക്കലിസ്റ്റർ പലപ്പോഴും ലെഫ്റ്റിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്, ബിക്കോസ് വിറ്റ്സ് ഇൻവേർട്ട് ചെയ്ത് സെൻട്രൽ ലീഗർ. സോ മക്കലിസ്റ്റർ അവിടെ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നിൽക്കുകയാണ്. സോ മക്കലിസ്റ്ററിന് വേണേൽ അങ്ങോട്ടേക്ക് ആ സ്റ്റോണിലോട്ട് ഡ്രോപ്പ് ചെയ്ത് പാസ് വേണേൽ റിസീവ് ചെയ്യാം. അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട്. ഇപ്പം കൊണാട്ടയ്ക്ക് രണ്ട് സേഫ് പാസിംഗ് ഓപ്ഷനാണ്. ഒന്ന് ആ റൈറ്റ് ഹാൻഡ് സൈഡ് വൈഡിൽ ബ്രാഡ്ലിയോട്ടും ഉണ്ട്, അല്ലെങ്കിൽ ഇത് അവിടെ വാൻഡേക്ക് ബോൾ വയ്ക്കുന്നതെങ്കിൽ വാൻഡേക്കിലോട്ടോ ചെല്ലാം. അടുത്തതിൽ ഇപ്പം കൊണാട്ടെ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം വാർട്ടൺ ഒപ്പം നിൽക്കുകയാണ് ഗ്രാംബർഗിന് വേണേൽ ചെറിയൊരു മൂവ്മെൻറ്റ് ആളുടെ റൈറ്റിലോട്ട് നടത്തി ഒരു സ്പേസ് ക്രിയേറ്റഡ് ആവാം. വാർട്ടൺ കുറച്ച് ബ്ലൈൻഡ് സൈഡാണ്. അല്ലെങ്കിൽ ഏറ്റവും സേഫസ്റ്റ് തിങ് ഈസ് അവിടെ മക്കലിസ്റ്റർ ബോൾ വാച്ച് ചെയ്യണം. പുള്ളിക്ക് വേണേൽ ആ ഒരു സോണിലോട്ട് ഡ്രോപ്പ് ചെയ്ത് ആ സ്പേസ് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. പക്ഷേ അവിടെ അവിടുന്ന് കൊണാട്ടേനെ പ്രസ് ചെയ്യാണ്, ബോൾ ലൂസ് ചെയ്യാണ്. ഈ ഒരു കേസ് സിനാരിയോ നിങ്ങൾ നോക്കുക, സെൻട്രലിലുള്ള സ്പേസുകൾ ഇവിടെ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾ നോക്കുക എല്ലാ ലിവർപൂൾ പ്ലെയേഴ്സിനും ഡിസഡ്വാൻറ്റേജ് ആണ്. അവിടെ നമ്പർ ഓഫ് ക്രിസ്റ്റൽ പാലസ് പ്ലെയേഴ്സ് നിങ്ങൾ നോക്കുക റണ്ണ് നടത്താനായിട്ട് റെഡി ആയിരിക്കുന്നത്. സോ അവിടെ ബോൾ ലൂസ് ചെയ്യുകയാണ് കൊണാട്ടെ. അവിടെ നിങ്ങൾ നോക്കാം ഗ്രാംബർഗ് ആണെങ്കിലും മക്കലിസ്റ്റർ ആണെങ്കിലും നടത്തേണ്ട ഒരു മൂവ്മെൻറ്റ് നടത്തിയില്ല. ആൻഡ് ഫൈനൽ തേർഡിലോട്ട് ബോളുമായിട്ട് കിടക്കുകയാണ്. നിങ്ങൾക്കാണ് ഇപ്പോൾ ഈ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും 1 2 3 4 4 ക്രിസ്റ്റൽ പാലസ് പ്ലെയേഴ്സ് വേഴ്സസ് 2 ലിവർപൂൾ പ്ലെയേഴ്സാണ്. അവിടെ ഒന്നാമത് ആ സെൻട്രൽ സോണിൽ അത്രയും സ്പേസ് ഓപ്പൺ അപ്പ് ആകുമ്പോഴേക്കുള്ള ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അവിടെ ബോഡീസ് ഇല്ല. ഒരു ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും കവർ ചെയ്യാനായിട്ടുള്ള ടൈമില്ല. ലിവർപൂൾ ഈ സീസൺ എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണ്. ആൻഡ് ഫൈനൽ തേർഡിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇപ്പോഴും കാണാം നമ്പേഴ്സ് കൂടുതൽ ആർക്കാണ്. ഇപ്പോൾ ഫൈനൽ ബോക്സിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം സെൻട്രൽ സോൺസിലുള്ള സ്പേസ് നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ അതിനുശേഷം ഫൈനൽ ഫ്രെയിമിലോട്ട് വരുമ്പോൾ 1 2 3 ക്രിസ്റ്റൽ പാലസ് പ്ലേയേഴ്സ് ബോക്സിനകത്തുണ്ട്. വൈഡിലൂടെ മറ്റൊരു പ്ലെയർ റണ്ണ് നടത്തി വരുന്നുണ്ട്. സോ ന്യൂമറിക്കലി അഡ്വാൻറ്റേജ് ആർക്കുണ്ട്, ക്രിസ്റ്റൽ പാലസിന് ഈ ഒരു സിനാരിയോയിലുണ്ട്. സോ അവിടെ ഒരു ഷോട്ട് വരികയാണ്, അത് അലിസൺ സേവ് ചെയ്യുകയാണ്. സോ ഇതാണ് ഞാൻ പറഞ്ഞത് സെൻട്രൽ സോണിൽ ക്രിയേറ്റഡ് ആവുന്ന സ്പേസസ് അവിടെ മൂവ്മെൻറ്റ് നടത്തുന്നില്ല. ദാറ്റ്സ് എ വറിയിങ് തിങ്. ഇപ്പോൾ മക്കലിസ്റ്റർ ആണെങ്കിലും ഗ്രാംബർഗ് ആണെങ്കിലും റൈറ്റ് മൂവ്മെൻറ്റ് നടത്താത്ത ഒരു വറിയിങ് ആണ്. കൂടെ ഗ്രാംബർഗിനോട് അഗ്രസീവ്ലി പുഷ് ചെയ്യാനായിട്ട് സ്ലോട്ടിന് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ടെന്ന് ഓരോ മാച്ചിലും ഒരു ഫീൽ തോന്നുന്നുണ്ട്. കാരണം നമുക്കത് കാണാം പിച്ചിൽ കുറച്ചുകൂടെ അഗ്രസീവായിട്ട് ഗ്രാംബർഗ് പുഷ് ചെയ്യുന്നത്. ആൻഡ് എടുത്ത് പറയേണ്ട കാര്യം ആ സോൺസ് ഓപ്പൺ അപ്പ് ആകുമ്പോഴേക്കും അത് ഒപ്പോണൻറ്റ് ഇപ്പോൾ ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും റിക്കവർ ചെയ്യാനായിട്ടുള്ള ടൈമും കുറയും. സെൻട്രൽ സോൺസ് അത്ര സ്പേസ് ഇല്ല, അവിടെ നമ്പേഴ്സ് ഇല്ല. സോ ഒപ്പോണൻറ്റ് ട്രാൻസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു, നമ്പേഴ്സ് ഇല്ല. ലിവർപൂൾ പലപ്പോഴും രക്ഷപ്പെട്ടിട്ടുണ്ട്, ശരിക്കും കിട്ടേണ്ട ലെവൽ ഓഫ് ഗോൾസ് കിട്ടിയിട്ടുമില്ല. അടുത്ത എക്സാമ്പിൾ ഈ ക്രിസ്റ്റൽ പാലസ് മാച്ചിലുള്ള ഒരു പ്രസ്സിംഗ് സ്ട്രക്ചറിൻ്റെ കാര്യം നിങ്ങൾക്ക് എടുത്ത് കാണാവുന്ന ഒരു സിനാരിയാണ്. ഇവിടെ ലക്രോയിക്സ് ബോളുമായിട്ട് വരുവാണ്. ഓക്കെ, ഫ്ലോറിയം വിറ്റ്സ് ഇവിടുത്തെ പ്രസ്സിംഗ് സ്ട്രക്ചറിൻ്റെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ നിങ്ങൾ നോക്കുക. ലിവർപൂളിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചർ ഇവിടെ 0 ആണ്. 0. നിങ്ങൾക്ക് ഇപ്പോൾ സെൻട്രൽ ചാനൽസിൽ പാസിംഗ് ഓപ്ഷൻസ് നോക്കുക. ഇപ്പോൾ ഫ്ലോറിയം വിറ്റ്സ് ബോൾ പ്രസ് ചെയ്യാനായിട്ട് വരുവാണ് ലക്രോയിക്സിലോട്ട്. സോ ഈ ഒരു കേസ് സിനാരിയോ ലിവർപൂളിന് എന്നാ വേണ്ടത്, ലക്രോയിക്സിനെ കൊണ്ട് ലോങ് പോവുക, ഓവർ ദ ബോൾ ടോപ്പ് പോവുക, കാരണം പാസിംഗ് ഓപ്ഷൻസ് കട്ട് ചെയ്യുക, ലോങ് ബോൾ പോവുക, ബോൾ വിൻ ചെയ്യുക. അതിനാണല്ലോ വേണ്ടത്. ലോങ് ബോളാണ് ഇവിടെ പോകുന്നത്. പക്ഷേ അവിടെ വൈഡിൽ നിങ്ങൾക്ക് കാണാൻ റണ്ണേഴ്സിനെ മിച്ചലിനെ ഫൈൻഡ് ചെയ്തൊരു ലോങ് ബോൾ പോവാണ്. ശരിക്കും ലിവർപൂൾ ആവശ്യപ്പെടുന്നത് എന്താണ് അത് അവർ ചെയ്തു. പക്ഷേ
അത് കറക്റ്റ്ലി അത് മിച്ചലിലേക്ക് കിട്ടുവാണ്. അതിനേക്കാൾ മുമ്പ് ഇവിടുത്തെ പാസിംഗ് ഓപ്ഷൻസ്, എനിക്ക് ആ ബോളിലല്ല, എനിക്ക് ഈ പാസിംഗ് ഓപ്ഷൻസ് ആണ് നിങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് നോക്കാം, ഫ്ലോറിയം വിച്ച് ആ വാട്ടറിലോട്ടുള്ള പാസിംഗ് ലൈൻ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ ഫ്ലോറിയം വിച്ച് അവിടെ ജമ്പ് ചെയ്യാണ്. ഇവിടെ ജമ്പ് ചെയ്യുമ്പോഴേക്കും വൈഡിൽ നമ്പർ 7 സാറിനെ നിങ്ങൾക്ക് കാണാം. അവിടെ സാറിനെ മക്കലിസ്റ്റർ മാർക്ക് ചെയ്യുന്ന പ്ലെയറാണ്. പക്ഷേ അവിടുത്തെ ഗ്യാപ്പ് നിങ്ങൾ നോക്കുക, സുഖമായിട്ട് അവിടെ സാറിലോട്ടൊരു പാസ് ചെയ്തിട്ട് സെൻട്രൽ സോണിൽ നിൽക്കുന്ന വാട്ടറിനെ സാറിന് ഈസിലി ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഇവിടുത്തെ പാസിംഗ് ഓപ്ഷൻസ് ആണ് ഞാൻ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഒന്ന്, നിങ്ങൾക്കിപ്പം കാണാം അവിടെ ഇലക്ട്രോയിക്സിന് പാസിംഗ് ഓപ്ഷനായിട്ട് സാറുണ്ട്. രണ്ട്, ഈ ഫ്ലോറിയം വെച്ച് പ്രസ് ചെയ്യാനായിട്ട് വരുമ്പം ഈസിലി വാട്ടറിലോട്ടുള്ള പാസിംഗ് ലൈൻ ഓപ്പൺ ആണ്. മൂന്നാമത്, നിങ്ങൾക്ക് അവരുടെ ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ പ്ലെയർ ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് കാണാം അവിടെ നമ്പേഴ്സ്, റണ്ണേഴ്സ് റണ്ണ് ചെയ്യാനായിട്ട് ഇരിക്കേണ്ട ആ ബോളാണ് ലക്രോയിക്സ് ഇടുന്നത്, റണ്ണേഴ്സിനെ ഫൈൻഡ് ചെയ്യുകയാണ് ആ ബോൾ ഇട്ട്. പക്ഷേ ഇവിടുത്തെ പാസിംഗ് ഓപ്ഷൻ നിങ്ങൾ പോകുക, അവിടെ സാറിലോട്ട് ഒരു സിമ്പിൾ പാസ് ആൾക്കിട്ടിട്ട് വാട്ടറിലോട്ട് സാറ് ബോൾ ഫൈൻഡ് ചെയ്യുമായിരുന്നെങ്കിൽ കംപ്ലീറ്റ്ലി കളി ഓഫായനെ. അല്ലെങ്കിൽ ഇപ്പം വാട്ടറിലോട്ട് ആ ബോൾ പോകുമായിരുന്നെങ്കിൽ മക്കലിസ്റ്റർ വാട്ടറിലോട്ട് ജമ്പിങ് ചെയ്തേനെ, അവിടെ സാറ് വൈഡിൽ ഫ്രീ ആയേനെ. സോ നിങ്ങൾ നോക്കൂ അവിടെ ന്യൂമറിക്കലി എങ്ങനെയാണ് ക്രിസ്റ്റൽ പാലസ് സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യുന്നത്. ലോങ് ബോൾ ഓവർ ദ ടോപ്പ്, വൈഡിൽ ഒരു പ്ലെയർ ഫ്രീ, സാർ മറ്റൊരു സൈഡിൽ ഫ്രീ, വാട്ടറിലോട്ടുള്ള പാസിംഗ് ലൈൻ ഓപ്ഷൻ. സോ ഇവിടെ എന്താണ് ലിവർപൂൾ ഉദ്ദേശിക്കുന്ന പ്രസ്സിംഗ് സ്ട്രക്ചർ? നിങ്ങൾ തന്നെ പറ, ഇവിടെ എത്ര പാസിംഗ് ഓപ്ഷനാണ് ഒരു അക്രോയിക്സിനുള്ളത്? സോ യുണൈറ്റഡ് ക്യാൻ ഡു ദിസ്, അവർ ഇത് തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ. പിന്നെയുള്ള ഒരു ഇഷ്യൂ ലിവർപൂളിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചറാണ്. ലിവർപൂളിൻ്റെ പ്രസ്സിംഗ് സ്ട്രക്ചറിൽ മെയിൻലി ഈ സെൻട്രൽ സോണിൽ സ്പേസ് ക്രിയേറ്റ് ആവുന്നത്, അത് ലാസ്റ്റിന് ആ ടാക്ടിക്സ് ബോർഡിൽ ഒരു എക്സാമ്പിൾ അല്ല, ടാക്ടിക്സ് ബോർഡിൽ യുണൈറ്റഡ് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാമെന്ന് ഞാൻ കാണിക്കുന്നുണ്ട്, അതിൻ്റെ ടൈം ലാപ്സ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഉപരി നിങ്ങളിപ്പം സലയുടെ പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി ഡൗൺ ആവുക വഴി എങ്ങനെ സെൻട്രൽ സോണിൽ സ്പേസസ് ക്രിയേറ്റ് ആവും, അതിൻ്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇവിടെ 2 vs 3 സിനാരിയോ ആണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുക, ബ്രാഡ്ലി ഉണ്ട്, സബോസ്ലായ ഉണ്ട്, അതുപോലെ തന്നെ സലയുണ്ട് വൈഡിൽ. അവരുടെ 2 പ്ലേയേഴ്സാണുള്ളത്. അവിടെ സലയുടെ കയ്യിൽ നിന്നൊരു പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി കരുതുന്നില്ല, സബോസ്ലായ്ക്ക് അങ്ങോട്ടേക്ക് ജമ്പിങ് ചെയ്യേണ്ടി വരുവാണ്. സോ ഇപ്പം നിങ്ങൾക്ക് സെൻട്രലി സബോസ്ലായ അവിടെ നിന്ന് ഒരു മൂവ്മെൻറ്റ് നടത്തുമ്പോഴേക്കും ക്രിയേറ്റ് ആവുന്ന സ്പേസസ് നിങ്ങൾക്ക് കാണാം. അവിടെ മുനോസിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം, വാട്ടറിൻ്റെ പൊസിഷൻ നിങ്ങൾക്ക് കാണാം. സോ അവിടെ സ്പേസസ് നിങ്ങൾക്ക് കാണാം. അവിടെ ഒന്നാമത് വിറ്റ്സ് പൊസിഷൻ ചെയ്ത് നോക്കുക, ലേസി ബിറ്റ് ഓഫ് മാർക്കിംഗ് ആണ് അവിടെ വിറ്റ്സിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക വാട്ടറിനോടൊപ്പം. ഓക്കെ, അടുത്ത ഫ്രെയിമിലോട്ട് വരുമ്പോൾ മനസ്സിലാവും. അവിടെ 2 vs 3 സിനാരിയോയിൽ സല ബേസിക്കലി പ്രസ് ചെയ്യാത്തതുകൊണ്ട്, സലയുടെ ഇൻറ്റൻസിറ്റി കിട്ടാത്തതുകൊണ്ട് ഈസിലി അവർ ആ ഒരു സിനാരിയോ ബീറ്റ് ചെയ്യാണ്. വൺ ഓഫ് ദ മിഡ്ഫീൽഡേഴ്സിനെ വൈഡിലോട്ട് വലിക്കണം വരുവാണ്. ആൻഡ് അവിടെ ആ പാസ് പോകുമ്പോഴേക്കും, ലക്രോക്സിലോട്ടാണ് പോകുമ്പോഴേക്കും നിങ്ങൾക്ക് അവിടെ കാണാം സല ഹാഫ് ഹാർട്ടഡ്ലി ജോഗ് ചെയ്യുകയാണ്, സലയുടെ ഇൻറ്റൻസിറ്റി കിട്ടുന്നില്ല. അവിടെ ഫ്ലോറിയം വെച്ച് കൺഫ്യൂസ്ഡ് ആണെന്ന് നിങ്ങൾക്ക് കാണാം. വാർട്ടനെ ബ്ലോക്ക് ചെയ്യണോ അതോ ലക്രോക്സിലോട്ട് ജമ്പിങ് ചെയ്യണോ, അതാണ് അടുത്ത കോമഡി. അവിടെ വോർട്ടന് സിംപ്ലി ഒരു മൂവ്മെൻറ്റ് നടത്തി പാസ് റിസീവ് ചെയ്യാം. വൈഡിൽ മുനോസിലോട്ടും കർക്കസും തമ്മിലുള്ള ഗ്യാപ്പ് നിങ്ങൾക്ക് മുനോസിലോട്ടൊരു പാസിംഗ് ലൈൻ ഓപ്പൺ ആണ്. കൂടാതെ മറ്റാറ്റയുടെ ഒരു റണ്ണ് കാണുവാണ്, ഇൻ ബിഹൈൻഡ് റണ്ണ് നടത്തുന്ന കാണുവാണ്. അവിടെ ആ ഒരു പാസ് ഫൈൻഡ് ചെയ്യുകയാണ്. പക്ഷേ അതിനേക്കാൾ മുമ്പ് ഇവിടെ നിങ്ങൾക്ക് നോക്കുക, വിറ്റ്സ് വാട്ടറിലുള്ള ഫോക്കസ് പോയി, വാട്ടറിന് വേണ്ടി ജസ്റ്റ് ഒരു മൂവ്മെൻറ്റ് നടത്തി ആ പാസ് റിസീവ് ചെയ്യാം, സെൻട്രലിലോട്ട് മുനൂസിന് റൺ ചെയ്യാം. അവിടെ കംപ്ലീറ്റ് സ്പേസ് നിങ്ങൾ നോക്കുക, സെൻട്രൽ ചാനൽസിൽ കിട്ടുന്ന സ്പേസ് നിങ്ങൾ നോക്കുക. പക്ഷേ അവിടെ ഒരു ഇൻ ബിഹൈൻഡ് ബോൾ പ്ലേ ചെയ്യുകയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ആ ബോൾ പ്ലേ ചെയ്യുമ്പോഴേ നിങ്ങൾക്ക് കാണാം വിറ്റ്സിൻ്റെ പൊസിഷൻ, വിറ്റ്സ് വാട്ടറിനെ ശരിക്കും മാർക്ക് ചെയ്യുന്നില്ല, ഇൻ ബിഹൈൻഡ് പോവാണ്. അവിടെ നിങ്ങൾക്ക് കാണാം ആ ഇൻ ബിഹൈൻഡ് പോകുമ്പോഴേക്കും ക്രിസ്റ്റൽ പാലസ് പ്ലേയേഴ്സ് ആ സെൻട്രൽ സോൺസിൽ ഒറ്റ ലിവർപൂൾ പ്ലേയേഴ്സ് ഇല്ല, 2 ക്രിസ്റ്റൽ പാലസ് പ്ലേയേഴ്സിൻ്റെ കംപ്ലീറ്റ്ലി അവിടെ ഫ്രീ ആയിട്ട് നിൽക്കുന്നതാണ്. സോ അവിടെ വാട്ടറിലോട്ട് ആ പാസ് പോകുമായിരുന്നെങ്കിൽ സെൻട്രലി ഈസിലി അവർക്ക് പെനട്രേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ അതിനേക്കാളും നല്ലൊരു പാസ് അവിടെ ഇൻ ബിഹൈൻഡ് മറ്റാറ്റെ ഫൈൻ ചെയ്യുന്നു. ആൻഡ് ഫൈനലി മറ്റാറ്റയുടെ ഒരു ഷോട്ട് ആ ഒരു സീക്വൻസിലൂടെ ബാറി തട്ടി പോകുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. സോ ഇതാണ് ഞാൻ പറയുന്നത്, ലിവർപൂളിൻ്റെ വൈഡ് ഏരിയാസിലോട്ട് ലെറ്റ്സ് ന്യൂമറിക്കലി ഇപ്പോൾ അഗ്രസീവ്ലി പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്യാനായിട്ട് പോകുമ്പോഴേക്കും വൺ ഓഫ് ദ പ്ലേയേഴ്സ് ഓഫ് ആകുമ്പോഴേക്കും മിഡ്ഫീൽഡറിനെ അങ്ങോട്ട് ഡ്രാഗ് ചെയ്യേണ്ട സിനാരിയോയാണ്. സോ ഈവൻ ഇഫ് 2 vs 3 സിനാരിയോ ആണ്, അവിടെയെങ്കിലും ഈസിലി ആ പ്രസ് ബൈപ്പാസ് ചെയ്യുവാണ്, സെൻട്രൽ ചാനൽസ് സ്പേസസ് ഓപ്പൺ അപ്പ് ആവുകയാണ്. ആൻഡ് അനദർ കേസ് സിനാരി ഈ സെയിം ക്രിസ്റ്റൽ പാലസ് മാച്ചിൽ തന്നെ ഇവിടെ നിങ്ങൾ നോക്കുക, അനദർ പ്രസ്സിംഗ് സ്ട്രക്ചറിൻ്റെ ഒരു ഇഷ്യൂ ആണ്. നിങ്ങൾക്കിപ്പം കാണാം വൈഡിൽ മിച്ചലിൻ്റെ കാലിലാണ് ബോൾ. സോ ഇവിടെ മിച്ചലിനുള്ള പാസിംഗ് ഓപ്ഷൻസ് നോക്കുക, കമാഡേനെ ഫൈൻഡ് ചെയ്താൽ അവിടെ ഹ്യൂക്സിനെ നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾക്ക് കാണാം സെൻട്രലി എന്തുമാത്രം ഒറ്റ ബോഡീസ് ഇല്ല. ആൻഡ് ഇവിടെ ക്ലസ്റ്റർ ഫോം ചെയ്ത് ഡിഫെൻഡ് ചെയ്യാം, പക്ഷേ ഇവിടെ ക്ലസ്റ്റർ ഫോം ചെയ്ത് പ്രസ് ചെയ്യുമ്പോഴേക്കുള്ള ഒരു ഇഷ്യൂ നിങ്ങൾ നോക്കിക്കേ. ഇതാണ് കൗണ്ടർ പ്രസിൻ്റെ ഇഷ്യൂ. നിങ്ങൾ മിച്ചലിൻ്റെ കാലിലോട്ട് ഇരിക്കും, മിച്ചലിന് ഇപ്പോൾ ഫസ്റ്റ് ടൈം കമാഡെ ഫൈൻഡ് ചെയ്യാം. കമാഡയ്ക്ക് വേണേൽ ഒരു ഈസി പാസ് വാട്ടൺ ആ സ്പേസിലോട്ട് റണ്ണ് എടുത്ത് ഹ്യൂക്സ് ആ സ്പേസിലോട്ട് റണ്ണ് എടുത്തുവാണെങ്കിൽ ഈസിലി ഹ്യൂക്സിനെ ഫൈൻഡ് ചെയ്യാം. ഹ്യൂക്സ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് ഒറ്റ മാർക്കർ പോലും ഇല്ലാതെ റണ്ണ് നടത്താനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ ഡയറക്റ്റ് മിച്ചലിന് ഹ്യൂക്സിനെ ഫൈൻഡ് ചെയ്യാം. നോക്ക്, ഹ്യൂക്സ് ഫ്രണ്ടിലോട്ട് റണ്ണ് നടത്തിയാൽ ഈസിലി ആ സോണിലോട്ട് മിച്ചൽ പാസ് ഇടുവാണെങ്കിൽ ഹ്യൂക്സിനെ ഫൈൻഡ് ചെയ്ത് ബോളുമായിട്ട് ക്യാരി ചെയ്യാം. അവിടെ നിങ്ങൾക്ക് നോക്കാം 1, 2, 3 പ്ലേയേഴ്സ് റണ്ണ് നടത്താനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട് ക്രിസ്റ്റൽ പാലസിൻ്റെ. അതിന് അടുത്ത ഫ്രെയിമിലോട്ട് കമാഡയിലോട്ട് ഗ്രാംബർഗ് ജമ്പ് ചെയ്യുന്നുണ്ട്. അവിടെ ആ പാസ് പോകുമ്പോഴേക്കും കമാഡയിലോട്ട് ചെല്ലുമ്പോഴേക്കും പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾക്ക് കാണാം കമാഡയ്ക്ക് ഈസിലി ഹ്യൂക്സിനെ ഫൈൻഡ് ചെയ്ത്
നിങ്ങൾക്ക് കാണാം അവിടെ മറ്റേക്ക് ക്രിയേറ്റ് ആക്കിയിരുന്ന സ്പേസ് ആണ്. അവിടെ മറ്റേറ്റിലുള്ള പാസ് ഈസി അല്ല, ആ പ്രസ് വരുന്നുള്ളൂ. പക്ഷേ ആ പാസ് ആണ് കറക്റ്റ്ലി ആര് ഫൈൻഡ് ചെയ്യുന്നത്, കമാഡ ഫൈൻഡ് ചെയ്യുന്നത്. ഈവൻ ഈ ഒരു സിനാരിയോയിൽ നിങ്ങൾ നോക്കുക, ആ സെൻട്രൽ ചാനലിൽ ക്രിയേറ്റ് ചെയ്യുന്ന സ്പേസുകൾ അങ്ങോട്ടേക്ക് 1, 2, 3 ക്രിസ്റ്റൽ പാലസ് പ്ലേസ് റൺ ചെയ്യാൻ നിർത്തുകയാണ്. അവിടെ മറ്റേറ്റിലോട്ട് ബോൾ കിട്ടുമ്പോഴേക്കും നിങ്ങൾക്ക് ഇപ്പം കാണാം സെൻട്രലി ആ ക്രിയേറ്റ് ആവുന്ന മറ്റൊരു സ്പേസ് നോക്കാം. അവിടെ നിങ്ങൾക്ക് ആ റൈറ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിൽ ക്രിയേറ്റ് ആവുന്ന ഒരു സ്പേസ് നോക്കാം. അവിടെ എൻകെറ്റിയേക്ക് റണ്ണ് നടത്താനായിട്ട് കിട്ടുന്ന ഒരു സ്പേസ് നോക്കുക. ഇത് ഫൈനലി ഒരു ക്രോസ് വരുമ്പോഴേക്കും എൻകെത്തിയുടെ ഹെഡർ വൈഡായിട്ട് പോകുന്ന ഒരു സിനാരിയാണ് കാണുന്നത്. എൻകെത്തി അവിടെ ഫ്രീ ആവുകയാണ്. ആൻഡ് അവിടെ നിങ്ങൾക്ക് ക്ലിയർലി കാണാം അവിടെ ബാക്കിലൂടെ മറ്റൊരു ക്രിസ്റ്റൽ പാലസ് പ്ലെയർ വരുന്നുണ്ട്. അത് ബ്ലോക്ക് ചെയ്യേണ്ട ആവശ്യം അവിടെ കെർക്കസിനുണ്ട്. സോ ഈ ഒരു കേസ് സിനാരിയോയിൽ അവിടെ എൻകെത്തിയ 1-on-1 വരുവാണ്. കൂടാതെ എൻകെത്തിയൊക്കെ റണ്ണ് നടത്താൻ ഇഷ്ടംപോലെ സ്പേസ് അവിടെ. കൂടാതെ സെൻട്രൽ ചാനലിലോട്ട് കമാഡ ആണെങ്കിലും ഹ്യൂക്സ് ആണെങ്കിലും മറ്റുമൊക്കെ റണ്ണ് നടത്താനെന്ന് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ സെൻട്രലി ഇപ്പം ഈ ട്രാൻസിഷൻ സൈൻ ചെയ്ത് ഫൈനൽ ഫേസിലോട്ട് വരുമ്പോഴേക്കും ന്യൂമറിക്കലി ക്രിസ്റ്റൽ പാലസിനാണ് അവിടെ അഡ്വാൻറ്റേജ് കിട്ടുന്നത്. കാരണം എന്താണ്, 3 റണ്ണേഴ്സ് റെഡിയാണ് ആ സെൻട്രൽ ചാനൽസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട്. ആൻഡ് അടുത്തത് നിങ്ങൾക്ക് കാണാവുന്നൊരു സിനാരിയോ ആണ്. ഇപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾസിലെല്ലാം എങ്ങനെ സെൻട്രൽ ചാനൽസ് ഓപ്പൺ ആവുന്നു. വൺ ഓഫ് ദ റീസൺ ഈ വൈഡിൽ സപ്പോർട്ടിന് ചെല്ലുന്നു, പ്രസ് ശരിയല്ല, സെൻട്രൽ ചാനൽസ് ഓക്കെ ആണ്. കൂടാതെ ഇപ്പം ഓഫ് ദ ബോൾ ആണെങ്കിലും ഇപ്പം ഞാൻ മുമ്പത്തെ കേസ് സിനാരി നിങ്ങൾ കണ്ടില്ല, ലക്രോയിക്സ് ബോൾ ഓർ ദ ടോപ്പ് ഇട്ടാക്കിയ സിനാരി. അവിടെ എന്താണ്, അവിടെ പ്രസ്സിംഗ് സ്ട്രക്ചറും കറക്റ്റ് ആയിട്ടല്ല, റൈറ്റ് ആയിട്ടുള്ള മാർക്കിംഗ് ചെയ്യുന്നില്ല, ഇൻറ്റൻസിറ്റി ഓഫ് ആവുന്നു. ഇപ്പം ഏറ്റവും വലിയ വിറ്റ്സ് ബിഗ് കൺഫ്യൂസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. ആ ഒരു മാർക്കറിനോടൊപ്പം നിൽക്കുന്നു, ബോൾ ആ പ്രസ് ബീറ്റ് ചെയ്യുമ്പോഴേക്കും ജമ്പ് ചെയ്യണോ അതോ തൻ്റെ മാർക്കറിനോടൊപ്പം നിൽക്കണോ, കംപ്ലീറ്റ്ലി രണ്ടുപേരെ മിസ് ചെയ്യുകയാണ്. നമ്മൾ അങ്ങനത്തെ സിനാരിയോസ് ഉണ്ട്. സോ ഇറ്റ്സ് എ കൺഫ്യൂസിങ് തിങ്. അടുത്തത് ഇപ്പം ചെൽസി മാച്ചിനെയും ചെറിയൊരു എക്സാമ്പിൾ, അവിടെ ബോള് റീസ് ജെയിംസിൻ്റെ ഒരു 1.5 ബോൾ നമുക്ക് കാണാം ഗിറ്റൻസിനെ ഫൈൻഡ് ചെയ്യുന്നത്. പക്ഷേ ആ ഒരു കേസ് സിനാരിയോയിൽ ആ ബോൾ ഗിറ്റൻസിലോട്ട് പോകുമ്പോൾ കാണും ആ സെൻട്രൽ സോണിലെ ക്രിയേറ്റർ ആണ് റെഫറിയിലൊക്കെ ആ സ്പേസിന് ചുറ്റും അവിടെ ഒരു പ്ലെയർ പോലും ഇല്ല. ആൻഡ് ഫൈനൽ തേർഡിലോട്ട് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് കാണാം ചെൽസിയുടെ നമ്പേഴ്സ് 5 ചെൽസി പ്ലേയേഴ്സ് അവിടെ എത്തി ഫൈനൽ കേസ് സിനാരിയോയിൽ. സോ അതാണ് സെൻട്രൽ ചാനൽസിൽ ക്രിയേറ്റഡ് ആവുന്ന സ്പേസ് ഒപ്പോണൻറ്റ് കംപ്ലീറ്റ്ലി എക്സ്പ്ലോയിറ്റഡ് ആക്കുന്നുണ്ട്. സോ ഇതാണ് ലിവർപൂളിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂസ്, സെൻട്രൽ സോൺസിൽ ക്രിയേറ്റഡ് ആവുന്ന സ്പേസ് ഈസിലി ലിവർപൂളിൻ്റെ പ്രസ് ബൈപ്പാസ് ചെയ്യാൻ സാധിക്കുകയാണ്. സോ നിങ്ങളൊരു ആസ് എ ടീം ഓർഗനൈസ് ചെയ്ത് പോയി പ്രസ് ചെയ്തു, ആ പ്രസ്സിങ് ഇൻറ്റൻസിറ്റിയും കൂടെ ഇല്ല, കൂടാതെ ഓർഗനൈസ് ചെയ്യുന്ന പ്രസ്സിങ് സ്ട്രക്ചറും കറക്റ്റ് അല്ല, സെൻട്രൽ സോൺസ് ഓപ്പൺ ആവുന്നു, ഈസിലി ബൈപ്പാസ് ചെയ്യുകയാണ്. സോ ലിവർപൂൾ എൻ്റെ ഒരു ഒപ്പീനിയനിൽ കൂടുതൽ ഗോൾസ് കൺസീഡ് ചെയ്യേണ്ടതാണ് ഈ സീസൺ. അവർ ഒരു ഒപ്പോണൻറ്റ് ശരിക്കും ക്ലിനിക്കൽ ആവുകയാണ് ലിവർപൂൾ കൂടുതൽ കൺസീഡ് ചെയ്തത്. സോ ലിവർപൂളിൻ്റെ വറിയിങ് ആയിട്ടുള്ള കാര്യമാണ് ഈ സെൻട്രൽ സോൺസിൻ്റെ ഒരു ഇഷ്യൂ. സോ എങ്ങനെ യുണൈറ്റഡ് ഈ ഒരു കാര്യം എക്സ്പ്ലോയിറ്റഡ് ആക്കുമെന്ന് നമുക്ക് ടാക്ടിക്സ് ബോർഡ് വെച്ച് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുതരാം. സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ടാക്ടിക്സ് ബോർഡ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലൈനപ്പും വെച്ച്. സോ നമുക്ക് അതിലോട്ടൊന്ന് കിടക്കാം. സോ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന 2 ടീമിൻ്റെ ലൈനപ്പ് ഇപ്പോൾ ഇട്ടിരിക്കുകയാണ്. ഐ തിങ്ക് മൗണ്ട് ഈസ് ഗോയിങ് ടു സ്റ്റാർട്ട്. വൺ ഓഫ് ദ റീസൺ മിഡ്ഫീൽഡ് ആ ഒരു സുപ്പീരിയോറിറ്റി ക്രിയേറ്റ് ചെയ്യാൻ. സോ ഞാൻ മുമ്പേ പറഞ്ഞ സിനാരിയോസ് എക്സാമ്പിൾസ് കാണിച്ച് ഓർമ്മയുള്ള സെൻട്രൽ ഏരിയാസിൽ ക്രിയേറ്റഡ് ആവുന്ന സ്പേസ് അതെങ്ങനെ യുണൈറ്റഡ് എക്സ്പ്ലോയിറ്റ് അതെങ്ങനെ ക്രിയേറ്റഡ് ആക്കുന്നു എന്നൊരു ഇതും വെച്ച് യുണൈറ്റഡിൻ്റെ എക്സാമ്പിൾ വെച്ച് കാണിക്കാം. സോ യുണൈറ്റഡ് ഈ മാച്ചിൽ ലിസാൻഡ്രോ മാർട്ടിനസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആയതിൻ്റെ അതിൻ്റെ റീസൺ എന്താണെന്ന് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. അത് ഇപ്പോൾ മനസ്സിലാക്കി തരാം. സോ നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഇപ്പം ഗ്രാവംബർഗ്, മക്കലിസ്റ്ററെ, ഇപ്പോൾ എംബൂമോ, സെഷ്കോ സെൻട്രലി വരും, കൊണാട്ടയും വിർജിൽ വാൻ ഡൈക്കിനെയും എൻഗേജ് ചെയ്യാനായിട്ട് ശ്രമിക്കും. എംബൂമോനെ ഞാനിവിടെ ഇടുവാണ്. സോ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ഫ്ലോറിയൻ വിറ്റ്സ് ഇവിടെ അല്ല ഡിഫെൻഡ് ചെയ്യും, ഫ്ലോറിയൻ വിറ്റ്സ് ഇൻവേർട്ട് ചെയ്യും. ഇസാക്ക് അപ്പ് ഫ്രണ്ട് പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കും, ഫ്ലോറിയൻ വിറ്റ്സ് ഇൻവേർട്ട് ചെയ്യും, സബോസ്ലൈം. സോ മെയ്സൺ മൗണ്ട് ഡ്രോപ്പ് ചെയ്യുന്നൊരു സിനാരി വരുവാണ്. ഓക്കെ, മെയ്സൺ മൗണ്ട് ഇവിടെ നിൽക്കുകയാണ്, അത് വിട്. വാട്ട് യുണൈറ്റഡ് നീഡ് ഈസ് വൺ ഓഫ് ദെയർ സെൻറ്റർ ബാക്സ് ടു സ്റ്റെപ്പ് അപ്പ് വിത്ത് ദ ബോൾ. അല്ലേ, ലിച്ച ഉണ്ടായിരുന്നെങ്കിൽ ഹി വുഡ് ഹാവ് ഡൺ ഇറ്റ് പെർഫെക്റ്റ്ലി. ആൻഡ് ഇവിടെ ഡിലിറ്റ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നൊരു സിനാരിയോ കാണുവാന്ന് ഓർത്തു. ആൻഡ് ലെനിയോറോ ഷോയും ഹോൾഡ് ചെയ്യും. സോ ഇസാക്ക് അപ്പ് ഫ്രണ്ട് നിൽക്കുകയാണ്. സോ സബോസ്ലായി അതുപോലെ തന്നെ ഫ്ലോറിയൻ വിറ്റ്സ് ഇവരൊക്കെ രണ്ടുപേരും ഇപ്പോൾ കസമീറോ ആൻഡ് ഡിലിറ്റിനെ വെച്ചാണ് ബേസിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നോക്കുക, അവിടെയാണ് യുണൈറ്റഡിന് ഒരു വീക്ക്നെസ്. ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഫ്ലോറിയൻ വിറ്റ്സിനെ ഫസ്റ്റ് ടൈം ഡ്രിബിൾ പാസ് ചെയ്താൽ പുള്ളിയുടെ കയ്യിൽ നിന്ന് ആ ഒരു അഗ്രസീവ് പ്രസ്സിംഗ് ഇൻറ്റൻസിറ്റി കിട്ടാൻ പോകുന്നില്ല. സോ ഈ കസമീറോയുടെ സ്ഥാനത്ത് അഥവാ ഈ ഡിലീറ്റിൻ്റെ സ്ഥാനത്ത് ലിസാൻഡ്രോ ആയിരുന്നു, അല്ലെങ്കിൽ ഈ കസമീറോയുടെ സ്ഥാനത്ത് ലെച്ച കസമീറോ ടോപ്പാണ് ബോൾ വിന്നിങ്ങിൻ്റെ ആയിരുന്നു, പക്ഷേ ഇപ്പോൾ ഒരു സുബിമെണ്ടി ആയിരുന്നു. ഈ ഒരു സിനാരിയോയിൽ ഈസിലി ഫ്ലോറിയൻ വിറ്റ്സിനെ ബീറ്റ് ചെയ്ത ആൾ ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യും, പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. കസമീറോയുടെ കയ്യിൽ നിന്ന് ആ ലെവൽ ഓഫ് കംഫർട്ട് സോൺ കിട്ടത്തില്ല. ബട്ട് കസമീറോ 1-on-1 മോശമല്ലാത്തൊരു ഡ്രിബിളറാണ് ചില സിനാരിയോസിൽ. ബട്ട് കസമീറോ ബോൾ റിസീവ് ടേൺ ചെയ്യാൻ കംഫർട്ടബിൾ അല്ല. അവിടെയാണ് യുണൈറ്റഡിനുള്ള ഒരു ഇഷ്യൂ. അപ്പോൾ നമ്മൾ ക്രിസ്റ്റൽ പാലസ് എക്സാമ്പിൾ കാണിച്ചപ്പോൾ അവർക്ക് വാർട്ടണും കമാഡയും ഉണ്ടായിരുന്നു, രണ്ടുപേരും ഓൺ ദ ബോൾ സൗണ്ടാണ്. അത് യുണൈറ്റഡിനില്ല, അതൊരു ഇഷ്യൂ ആണ്. പക്ഷേ എന്നാലും ഞാൻ പറയുകയാണ് എങ്ങനെയാണ് സ്പേസ് ക്രിയേറ്റ് ആവുന്നത്. കസമീറോ, ഫ്ലോറിയൻ വിറ്റ്സ്. ഓക്കെ, ഡിലിറ്റ് ഹാസ് ടു പ്ലേ ഗുഡ് ഗെയിം. ഡിലിറ്റോ, ലൂക്ഷോ, യോറോ ആരാണെന്ന് വെച്ചാൽ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. സോ ഈ ഒരു കേസ് സിനാരിയോ നിങ്ങൾക്ക് സലയുടെ കയ്യിൽ നിന്ന് അധികം വർക്ക് ലോഡ് കിട്ടാൻ പോകുന്നില്ല. ആൻഡ് സലേനെ 1-on-1 ബീറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. സോ ലൂക്ഷോയ്ക്ക് വേണേൽ റിസ്ക് എടുക്കാം സലേനെ, പക്ഷേ അത് വേണ്ട. അപ്പോൾ സലയുടെ കയ്യിൽ നിന്ന് അധികം പ്രസിംഗ് ഇൻറ്റൻസിറ്റി കിട്ടാൻ പോകുന്നില്ല. സോ കെർക്കസ് വിൽ ജമ്പ് ഇൻ ഓൺ അമാദ്. ഓക്കെ, കെർക്കസ് ഡെഫിനറ്റ്ലി അമാദിൽ ജമ്പ് ചെയ്യുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആൻഡ് ഈ ഒരു സിനാരിയോയിൽ
മക്കലിസ്റ്റർ ഹാസ് ടു മൂവ് ടു ദ ലെഫ്റ്റ്. പലപ്പോഴും നമ്മൾ കാണുന്നതാണ്, കാരണം എംബൂമോ വിൽ ബേക്ക് ദിസ് മൂവ്മെൻറ്റ് റൈറ്റിലോട്ട്. സോ മക്കലിസ്റ്ററിന് എംബൂമോയോടൊപ്പം ആ മൂവ്മെൻറ്റ് നടത്തിയേ പറ്റും. ആൻഡ് ബ്രൂണോ ഇവിടെ ഫ്രീ ആവുന്ന ഒരു സിനാരിയോ വരും. ബ്രൂണോനെ മേസൺ മൗണ്ടും പുഷ് ചെയ്യും. ഗ്രാംബർഗ് ലെച്ച് ബ്രൂണോയിലോട്ട് പോവാണ്. സബോസ്ലായി ലെച്ച് ബ്രൂണോനെ ചെന്ന് ബ്ലോക്കാണ്. ഗ്രാംബർഗ് മൗണ്ടിനോടൊപ്പം നിൽക്കുക. സോ ഇവിടെ ഡിലിറ്റിനെ ബേസ് ആയിട്ട് നിർത്തി ബിൽഡപ്പ് ഫേസിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കും. ഇവിടെ നോക്കി ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് ക്രിയേറ്റഡ് ആവുകയാണ്. അത് എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിലീറ്റിൻ്റെ സ്ഥാനത്ത് ലിച്ച് ആയിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിരുന്നു, അല്ലെങ്കിൽ ലെച്ച് ഒരു സുബിമെൻഡി ആയിരുന്നു, അല്ലെങ്കിൽ കമാഡ വാർട്ടം പോലത്തെ ഒരു ഡബിൾ പിവറ്റ് യുണൈറ്റഡിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നെങ്കിൽ ഒരു ഗെയിം ചേഞ്ചർ ആയനെ. ഐ തിങ്ക് മൈനോ ആണെങ്കിലും ഡിലീറ്റിൻ്റെ സ്ഥാനത്ത് മൈനോ ആണെങ്കിലും ഈസ് ഗോയിങ് ടു എൻജോയ് ദിസ്. 100% കാര്യമാണ് ഈസ് ഗോയിങ് ടു എൻജോയ് ദിസ്. കസമീറോയുടെ സ്ഥാനത്തും മൈനോ ആണെങ്കിൽ ഇപ്പം ഡിലീറ്റിലോട്ട് വിച്ച് പോവുകയാണെങ്കിൽ കസമീറോയുടെ സ്ഥാനത്ത് ഈ മൈനോ ആണ് ഈ ഒരു ഫ്രീ ഫ്ലോയിങ് റോൾ കിട്ടുന്നതെങ്കിൽ ഇവർ എൻജോയ് ദാറ്റ് ഫ്രീഡം. പക്ഷേ കസമീറോനെ സ്റ്റാർട്ട് ചെയ്തേ പറ്റും ആൻഡ് ബാക്ക് 3 വെച്ചേ പോകത്തുള്ളൂ. സോ വൺ ഓഫ് ദ CBസിനെ സാക്രിഫൈസ് ചെയ്തുള്ളി ബാക്ക് ഫോറിലോട്ട് ഈ ഒരു മാച്ചിലോട്ട് പോകും തോന്നുന്നില്ല. സോ ഈ ഒരു സിനാരിയോയിൽ ഡിലീറ്റ് ഫ്രീ ആവും. ഡിലീറ്റ് ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യുമ്പോൾ പലപ്പോഴും സബോസ്ലായിക്ക് ജമ്പിങ് ചെയ്യേണ്ട ഒരു സിനാരിയോ വരും. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ബ്രൂണോ ഫ്രീ ആവും. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നോക്കാനായിട്ടാണ് മൗണ്ട് വേഴ്സസ് ഗ്രാംബർഗ് വരും. ആൻഡ് പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്നാൽ വൺ ഓഫ് ദ പ്ലേയേഴ്സിനെ മിഡ്ഫീൽഡ് ഫ്രീ ആക്കാനായിട്ട് പലപ്പോഴും ഒപ്പോണൻറ്റിന് ഈസിലി സാധിക്കാറുണ്ട്. വൺ ഓഫ് ദ റീസൺ അനദർ റീസൺ ഈ കസമീറോൻ്റെ സ്ഥാനത്ത് ഇപ്പം വാർട്ടനോ അല്ലെ കമാഡയൊക്കെ പോലത്തെ പ്ലേയേഴ്സ് വരുമ്പോഴേക്കും അവർ ഈ വിച്ചിനെ ബീറ്റ് ചെയ്ത് ഫ്രണ്ടിലോട്ട് പോയാൽ വിച്ചിൻ്റെ ഈ ഒരു ഇൻറ്റൻസിറ്റി അധികം കണ്ടിട്ടില്ല. ആൻഡ് സലയുടെ ഇപ്പുറത്തൊന്നും അധികം കിട്ടത്തില്ല. സോ ഈ ഒരു സിനാരിയോയിൽ പലപ്പോഴും വെച്ചാൽ ഡോർഗു ബീറ്റ് ചെയ്തു ഫ്രിംപോങ്ങിനെ ബീറ്റ് ചെയ്ത് പോകുന്ന ഒരു സിനാരിയോ ആണ് ഗ്രാംബർഗ് വിൽ ജമ്പിൻ ഓൺ ഡോർഗു. ഓക്കെ, ഒരു എക്സാമ്പിളാണ്. കൂടുതൽ സ്പേസുകൾ എക്സ്പ്ലോയിറ്റഡ് ആവും, കൂടുതൽ ഇൻറ്റൻസിറ്റി അവിടെ കിട്ടത്തില്ല, അതൊരു ഫാക്റ്റാണ്. ആൻഡ് എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇപ്പം മുമ്പത്തെ എക്സാമ്പിളിൽ കാണിച്ച പോലെ പലപ്പോഴും മക്കലിസ്റ്ററിനെ ഇങ്ങോട്ട് ഡ്രാഗ് ചെയ്യുന്ന പോലെ സിമിലർലി ഇവിടെ ലെച്ച് സലേനെ ബീറ്റ് ചെയ്യാണ്, ഡോർഗു പോവാണ്, ഇങ്ങോട്ടേക്ക് മൗണ്ട് സപ്പോർട്ടിന് പോവാണ്. ഒരു എക്സാമ്പിളാണ്, മൗണ്ട് ഇങ്ങോട്ടേക്ക് സപ്പോർട്ടിന് നീങ്ങുവാണ്. ആ ഒരു സിനാരിയോയിൽ സബോസ്ലെ ഹാസ് ടു ജമ്പ് ഇൻ ഓൺ ഹിയർ, ഇങ്ങോട്ടേക്ക് ജമ്പ് ചെയ്യേണ്ട ഒരു സിനാരിയോ വരും. ഗ്രാംബർഗ് ഡിലിറ്റിനെ ചെന്ന് പുഷ് ചെയ്യുന്ന സിനാരിയോ വരും. സോ ഈ ഒരു കേസിൽ ലെറ്റ്സ് ഇവിടെ ബ്രൂണോ കംപ്ലീറ്റ്ലി ഫ്രീ ആയി. കസമീറയും കൂടി ഒരു പ്രസ് ബീറ്റ് ചെയ്ത് വരുവാണ്. പിന്നെ പറയണ്ട, പിന്നെ ഷെഷ്കോ ഡ്രോപ്പ് ചെയ്യുകയാണ്. ഷെഷ്കോ ഡ്രോപ്പ് ചെയ്യുമ്പോഴേക്കും ഈ ഒരു സ്പേസ് ഓപ്പൺ ആവും, അല്ലെങ്കിൽ കൊണാട്ടെ മൂവ്മെൻറ്റ് നടത്തുവാണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ സെൻറ്റർ ബാക്സിനെ ഡ്രാഗ് ചെയ്യുന്ന ഒരു സിനാരിയോ വരുവാണ്. അപ്പോഴേക്ക് എംബൂമോ 1-on-1 വേഴ്സസ് മക്കലിസ്റ്റർ പേസിലോട്ട് വരുമ്പോൾ മക്കലിസ്റ്ററിന് ഈസിലി എംബൂമോയ്ക്ക് ബീറ്റ് ചെയ്യാം, കൂടുതൽ സ്പേസുകൾ എക്സ്പ്ലോയിറ്റഡ് ആവും. സോ ഇതാണ് സംഭവിക്കുന്നത് ഇപ്പം വൺ ഓഫ് ദ ലിവർപൂൾസ് ഇഷ്യൂ. ഫ്രണ്ടിലുള്ള ഇപ്പോൾ സലയുടെ പ്രസ്സിംഗ് സ്ട്രക്ചറിൻ്റെ ഇഷ്യൂ റൈറ്റ് ഹാൻഡ് സൈഡിൽ കംപ്ലീറ്റ്ലി ഒരു പ്രസ്സിംഗ് മെട്രിക്സിൽ ലിവർപൂളിനെ ഡൗൺ ആക്കുന്നുണ്ട്. അതിന് എടുത്തു പറയേണ്ട കാര്യം സ്പേസസ് എക്സ്പ്ലോയിറ്റഡ് ആക്കുന്നുണ്ട്. ഈ സെൻട്രൽ സ്പേസസ് എക്സ്പ്ലോയിറ്റഡ് ആവുന്നതിൻ്റെ റീസൺ വൈഡിലുള്ള ഇഷ്യൂ തന്നെയാണ്. ഈ സെൻട്രലി ഇപ്പം ലിവർപൂൾ ലൈക്സ് ടു പ്രസ്, ആ ഒരു സിറ്റുവേഷനിൽ മക്കലിസ്റ്റർ ഇങ്ങോട്ട് മൂവ് ചെയ്യേണ്ട സിനാരിയോ വരുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ വിറ്റ്സിൻ്റെ ആ സെക്കൻഡ് ലൈൻ ഓഫ് പ്രസ് അധികം നല്ലതല്ല. അതിൻ്റെ എടുത്ത് പറയേണ്ട കാര്യം സലയുടെ ബീറ്റ് ചെയ്താൽ സലയുടെ ഇൻറ്റൻസിറ്റി കിട്ടത്തില്ല. പലപ്പോഴും 2 vs 1 സിനാരിയോ വരുമ്പോഴേക്കും വൺ ഓഫ് ദ മിഡ്ഫീൽഡേഴ്സിന് അങ്ങോട്ട് സപ്പോർട്ടിന് ചെല്ലേണ്ടി വരും. സോ അങ്ങനെ വരുമ്പോഴേക്കും സെൻട്രലി സ്പേസുകൾ കൂടുതലും ഓപ്പൺ ആവും. വൺ ഓഫ് ദ മിഡ്ഫീൽഡർ ഒപ്പോണൻറ്റിനെ കംപ്ലീറ്റ്ലി ഫ്രീ ആവും. ഇപ്പം ഈ ഒരു സ്പേസ് ഉണ്ടല്ലോ, അത് നല്ലപോലെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഞാൻ മുമ്പ് കാണിച്ച എക്സാമ്പിൾസ് നിങ്ങൾക്ക് ക്ലിയർലി കാണാമായിരുന്നു. സെൻട്രൽ ചാനൽസിൽ കിട്ടുന്ന സ്പേസുകൾ ഒപ്പോണൻറ്റ് ടീമിന്. സോ വൈഡിൽ അവർ ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി ഒപ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെ സെൻട്രൽ ചാനൽസ് കംപ്ലീറ്റ്ലി ഓവർ ആകുന്നു. സോ സെൻട്രൽ സോൺസ് ഈസിലി ഇപ്പോൾ ലിവർപൂളിൻ്റെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. സോ നമ്മൾ ഒരു ടീമിൻ്റെ സെൻട്രൽ സോൺസ് ഈസിലി എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ ആ ടീം ഒഫൻസീവിൽ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഡിഫൻസീവ് ട്രാൻസിഷനിൽ ശരിക്കും വൾണറബിൾ ആയിരിക്കും. അത് ഒപ്പോണൻറ്റ് റിയലി എക്സ്പ്ലോയിറ്റഡ് ആക്കും. അത് ലോങ് ടൈം നല്ലൊരു കാര്യമല്ല. ഈ സെയിം സിറ്റുവേഷൻ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ടെൻ ഹാഗിൻ്റെ അണ്ടറും നമ്മൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കണ്ടിരുന്നു. സോ സ്ലോട്ട് ഇത് എത്രയും പെട്ടെന്ന് കവർ ചെയ്യുക. വൈഡ് ഏരിയാസിലുള്ള ആ ഒരു ഇഷ്യൂവും സെൻട്രൽ ചാനൽസിലുള്ള നെയിംസും. ഇപ്പോൾ യുണൈറ്റഡിന് ഈ ഡിലിറ്റും കസമീറും അവർക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റിനേ ഉള്ളൂ. കമാഡ വാർട്ടൺ അത്രയും സൗണ്ട് അല്ല ഇവർ രണ്ടുപേരും ഓൺ ദ ബോൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യുമ്പോൾ, അല്ല ഓറോ ആണെങ്കിലും ഷോ ആണെങ്കിലും സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്ന സിനാരിയോ ആണെങ്കിൽ. സോ അതുകൊണ്ട് അവനെ ലിച്ചയായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയാലും. കൂടാതെ മൈനോനെ എങ്ങനെയൊരു അവർക്ക് മിഡ്ഫീൽഡിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കാനായിട്ട് സാധിച്ചാൽ ഈ ഒരു സിനാരിയോയിൽ അതും ഗ്രേറ്റ് ആയിരിക്കും. പക്ഷേ അത് ബാലൻസിനെ എഫക്റ്റ് ചെയ്യും. സോ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ചുള്ള ഒരു ഓവറോൾ ഒപ്പീനിയൻ? ക്യാൻ യുണൈറ്റഡ് എക്സ്പ്ലോയിറ്റ് ദിസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ യുണൈറ്റഡിൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ കസമീറോയും ലെറ്റ്സ് ഈ ഡിലേറ്റിൻ്റെ സ്ഥാനത്ത് സ്റ്റെപ്പിൻ ചെയ്ത പ്ലെയർ മൈനോ ഡിലേറ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ് CB ആയിട്ട്. അതല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം മൈനോയിനെയും കസമീറോയുടെ സ്ഥാനത്ത് വെച്ച് ഒരു കുറച്ചുകൂടെ ബോൾ പ്ലേയിങ് അബിലിറ്റിയുള്ള വാട്ടം പോലത്തേക്ക് ഒരു പ്ലെയറോടായിരുന്നെങ്കിൽ അത് യുണൈറ്റഡിന് കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ സാധിച്ചേനെ. ഈ ഒരു ലിവർപൂൾ പ്രസ്സിംഗ് സ്ട്രക്ചറുമായിട്ടാണ് ലിവർപൂൾ വരുന്നതെങ്കിൽ. അതല്ല ഈ സെൻട്രൽ സോൺസ് ബ്ലോക്ക് ചെയ്യാം, ഗ്രാംബർഗിനെ നമുക്ക് ജമ്പ് ചെയ്യിപ്പിക്കേണ്ട, ഗ്രാംബർഗ് ഹോൾഡ് ചെയ്യുക, മക്കലിസ്റ്റർ വൈഡിലോട്ട് ഓവർലി പോകണ്ട, ആ സ്പേസ് എക്സ്പ്ലോയിറ്റ് ആവുന്നതാവട്ടെ, നമുക്ക് സെൻട്രൽ ചാനൽസ് പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളൊരു ഡിസിഷൻ അർനെ സ്ലോട്ട് എടുത്തേ പറ്റൂ. അല്ലെങ്കിൽ വൈഡ് ഏരിയാസ് എക്സ്പ്ലോയിറ്റഡ് ആയിക്കോട്ടെ, ടു ആൻ എക്സ്റ്റെൻഡ് ആയിക്കോട്ടെ, അവർ ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി വൈഡിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാളും ഡേഞ്ചർ ന്യൂമറിക്കൽ സുപ്പീരിയോറിറ്റി സെൻട്രലി ക്രിയേറ്റ് ചെയ്താലാണ്.
സോ അതെന്തായാലും അർണെ സ്ലോട്ടിന് അറിയാവുന്ന കാര്യമായിരിക്കും. സോ മേ ബി അർണെ സ്ലോട്ട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ലെറ്റ് സി ഇഫ് വി ഗെറ്റ് സക്സസ്ഫുൾ ഇൻ ദാറ്റ്. അത്ര ഇപ്പം പറയാനായിട്ടുള്ളൂ. അഗെയിൻസ്റ്റ് യുണൈറ്റഡ് ഡെഫിനറ്റ്ലി ഞാൻ ലിവർപൂളിനെ എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാം എന്നുള്ളൊരു എക്സാമ്പിളാണ് കാണിച്ചത്. യുണൈറ്റഡിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ഇതിലും ഈസിയാണ്. ഉള്ള പറയാല് യുണൈറ്റഡിൻ്റെ സെൻട്രൽ ചാൻസസിലുള്ള മാർക്കിംഗ് സ്ട്രക്ചർ ഈസ് റിയലി ബാഡ്. പക്ഷേ ലാസ്റ്റ് സണ്ടർലൻഡ് മാച്ചിൽ കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ മൾട്ടിപ്പിൾ വീഡിയോസ് ചെയ്തിട്ടുള്ള ഞാൻ യുണൈറ്റഡിൻ്റെ പ്രസിംഗ് സ്ട്രക്ചറിൻ്റെ ഇഷ്യൂസിനെ കുറിച്ച് എല്ലാവർക്കും ഈസിലി അറിയാവുന്ന കാര്യമാണ്. സോ ലിവർപൂൾ ഈ സീസൺ സ്ട്രഗിൾ ചെയ്യുന്നത് എങ്ങനെയാണ്, മേ ബി യുണൈറ്റഡ് എങ്ങനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുക, അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. സോ നിങ്ങൾക്ക് എന്താണ് ഓവറോൾ ഉള്ള ഒപ്പീനിയൻ എന്ന് പറയാം, നിങ്ങൾ കാണാൻ ഉദ്ദേശിക്കുന്ന ചേഞ്ചുകളും മാറ്റങ്ങളും എന്താണെന്നൊക്കെ പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും